തിരുവനന്തപുരം ഇടപ്പഴനിയിലെ ഹോട്ടൽ ഉടമയുടെ കൊലപാതകത്തിൽ പ്രതികളെന്ന് സംശയിക്കുന്ന 2 പേർ പിടിയിലായിട്ടുണ്ട്. കേരള കഫേ സ്ഥാപനത്തിലെ ജീവനക്കാരാണ് 2 പേരും. ഒരാൾ മലയാളിയും മറ്റൊരാൾ നേപ്പാൾ പൗരനുമാണ്. അടിമലത്തുറയിൽ നിന്നാണ് ഇരുവരും പിടിയിലായത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു സ്റ്റാഫ്, ഒരു ഹിന്ദിക്കാരൻ പയ്യുണ്ടായിരുന്നു. ഞങ്ങൾ വന്നിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അവൻ പെട്ടെന്ന് ബാക്കിൽ പോയിട്ട് തലയിൽ കൈ വെച്ചുകൊണ്ട് അയ്യോ എന്ന് നിലവിളിച്ച് അവനൊരു സങ്കടമായിരുന്നു. നിലവിളിച്ച് അയ്യോ മറുകയ. അവനും വാസ്തവത്തിൽ അപ്പോഴായിട്ട് വന്നതേ ഉള്ളൂ. അവൻ അവിടെയായിരുന്നു, കഫേയിലായിരുന്നു, സപ്ലൈയോ അങ്ങനത്തെ അതിൻ്റെ വീട്. അപ്പോൾ ഇവൻ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഷിബുവും ഞാനും മാനേജര് ഷിബു പറഞ്ഞു അയ്യോ ശരി തന്നെ അതാ അവിടെ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും പോയി നോക്കിയപ്പോഴത്തേക്ക് പുള്ളി മറന്ന് കിടക്കുന്നു. ഇതിൻ്റെ പുറത്ത് ഒരു എന്തോ മറ്റേ മെത്ത, ചെറിയ കനം കുറഞ്ഞ മെത്ത എൻ്റെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. മനീഷ് മഹിബാൽ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചെയ്തു. മനീഷ്, രാത്രി വൈകി തലസ്ഥാനത്ത് നിന്ന് ഒരു കൊലപാതക വാർത്തയാണ് വരുന്നത്. ഈ പറയുന്ന ഹോട്ടൽ ഉടമ തൊഴിലാളി ക്യാമ്പിലെത്തിയത് ഹോട്ടലിൽ എത്താതിരുന്ന തൊഴിലാളികൾ അന്വേഷിച്ചെന്ന് മനസ്സിലാകുന്നു. ഈ പിടിയിലായവരെ സംബന്ധിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ഈ കൃത്യത്തിന് പ്രകോപനമെന്ന് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ മനീഷ്? സുഹേൽ, ഇന്ന് രാത്രി 8 മണിയോടുകൂടി തന്നെ ഈ പ്രതികൾ, ഒരാളുടെ പേര് അനീഷ് എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം, മറ്റേ നേപ്പാൾ സ്വദേശിയാണ്. 2 പേരെ നിലവിൽ അടിമലത്തുറ എന്ന സ്ഥലം, അതായത് വിഴിഞ്ഞത്തിന് സമീപമുള്ള സ്ഥലമാണ്. ഈ നഗരത്തിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്ത് തന്നെ ഇവർ ഉണ്ടെന്ന് ഇവരുടെ മൊബൈൽ ഫോൺ ലൊക്കേഷനിൽ നിന്ന് മനസ്സിലാക്കിയിരുന്നു പോലീസ്. പിന്നീട് തിരുവനന്തപുരം സിറ്റി പോലീസിൻ്റെ ഷാഡോ ടീമാണ് അവിടെ എത്തി, അടിമലത്തുറയിലെത്തി ഇവരെ ലൊക്കേറ്റ് ചെയ്ത് ഇവരെ പിടികൂടാൻ ശ്രമിച്ചത്. ആ സമയത്ത് ഇവർ അമിതമായി മദ്യലഹരിയിലായിരുന്നു. ആ സമയത്ത് 4 പോലീസുകാർക്ക് ഇവർ മർദ്ദിച്ചു, അവർക്ക് പരിക്കേറ്റു എന്ന വിവരം കൂടി ലഭ്യമായിട്ടുണ്ട്. പിന്നീട് ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ എന്ന നിലയ്ക്കാണ് വിഴിഞ്ഞ പോലീസ് സ്റ്റേഷനിൽ ഈ 2 പ്രതികളെയും എത്തിച്ചു. നിലവിൽ അവിടെ വെച്ച് ഇവരെ ചോദ്യം ചെയ്ത് വരികയാണ്. പ്രതികളെ പിടികൂടുന്ന സമയത്ത് വലിയ രീതിയിൽ അക്രമാസക്തരായിരുന്നു ഇവരെന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ആ സമയത്ത് കൂടുതൽ ഫോഴ്സ്, അതായത് ഈ പിടികൂടാൻ എത്തിയ സംഘത്തിൽ 4 പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഷാഡോ പോലീസായിരുന്നു. പിന്നീട് വിഴിഞ്ഞ പോലീസ് സ്റ്റേഷനിൽ നിന്നും കൂടി അധികമായി അവിടേക്ക് പോലീസ് സേനയിൽ നിന്നും 3-4 പോലീസുകാർ അവിടെ എത്തിയ ശേഷമാണ് ഈ 2 പ്രതികളെ വിഴിഞ്ഞ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ഇപ്പോൾ അവിടെ ചോദ്യം ചെയ്ത് വരികയാണ്. അവിടുത്തെ ചോദ്യം ചെയ്ത ശേഷം 11:30 മണിയോടുകൂടി തന്നെ തിരുവനന്തപുരം സിറ്റിയിലെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് ഈ പ്രതികളെ 2 പേരെയും കൊണ്ടുവരുമെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ കൊലപാതകം നടന്നുവെന്നാണ് പോലീസ് സംശയിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ വഴുതക്കാട് കോട്ടൺ ഹിൽ സ്കൂളിന് എതിർവശമുള്ള കേരള കഫേ എന്ന സ്ഥാപനത്തിൽ ഹോട്ടലിലെ സഹ ഉടമയായിട്ടുള്ള ജസ്റ്റിൻ രാജ് ഇന്ന് ഉച്ചയോട് കൊല്ലപ്പെട്ടു എന്നാണ് പോലീസ് സംശയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവനക്കാർ താമസിക്കുന്ന ക്യാമ്പിൽ, അത് ഇടപ്പഴിയിലാണ് ആ ക്യാമ്പ്, അതൊരു വീടാണ്, വസതിയാണ്. അവിടെ 9 പേർ താമസിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ 7 പേർ അല്ലാതെ 2 പേർ 2-3 ദിവസമായി സ്ഥാപനത്തിലേക്ക് എത്തുന്നില്ല. അതൊരാൾ മലയാളി, മറ്റൊരാൾ നേപ്പാൾ സ്വദേശിയാണ്. ഈ 2 പേർ എന്താണ് 2 ദിവസമായും എത്താത്തത്? ഒപ്പം തന്നെ ഈ ജസ്റ്റിൻ രാജിന് ലഭിച്ച വിവരം അനുസരിച്ച് അയൽവാസികളും ഒക്കെ തന്നെ പറയുന്നത് ഇവർ 2 ദിവസമായി ജോലിക്ക് എത്താതെ ഇവർ താമസിക്കുന്ന സ്ഥലത്തിരുന്ന് മദ്യപാനം തന്നെ ആയിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെ ഇവരെ കാണാൻ വേണ്ടിയിട്ടും എന്തുകൊണ്ടാണ് ജോലിക്ക് എത്താത്തത് എന്നുള്ള വിവരം തിരക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റിൻ രാജ് ഉച്ചയോടുകൂടി തന്നെ ഇടപ്പഴനിയിലെ ഇവർ താമസിക്കുന്ന വീട്ടിലേക്ക് എത്തി. ആ സമയത്ത് ഇവർ 2 പേർ മാത്രമേ, അതായത് ഈ പ്രതികളെന്ന് സംശയിക്കുന്ന ഈ 2 പേർ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഇവരുമായി സ്വാഭാവികമായും ജോലിക്കെത്താത്തതിനെ സംബന്ധിച്ചുള്ള തർക്കം ഉണ്ടായി കാണും. അങ്ങനെ കൊല്ലപ്പെട്ടു. അതായത് കൊല്ലപ്പെടുന്ന സമയത്ത് മുറിവോ വെട്ടോ ചതവോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പ്രഥമ ദൃഷ്ടിയായി ഇൻക്വസ്റ്റ് നടപടികൾ പോലീസിന് കണ്ടെത്താനായിട്ടില്ല. ഹൃദയ സംബന്ധമായ ചില അസുഖങ്ങൾ ഈ ജസ്റ്റിൻ രാജിന് ഉണ്ടായിരുന്നു. തിരുവനന്തപുരം CPM മുൻ ജില്ലാ സെക്രട്ടറി കൂടിയുള്ള സത്യനേശൻ്റെ മകളുടെ ഭർത്താവ് കൂടിയാണ് ജസ്റ്റിൻ രാജ്. പക്ഷേ ഈ രീതിയിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ആസൂത്രിതമായൊരു കൊലപാതകമാണെന്ന് പോലീസ് സംശയിക്കുന്നില്ല. പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ ഈ പ്രതികൾ 2 പേരും ചേർന്ന് കൊലപ്പെടുത്തിയിട്ടുണ്ടാകാം. അത് കഴുത്ത് ഞെരിച്ചോ അല്ലെങ്കിൽ ആ രീതിയിൽ മർദ്ദിച്ചോ ഉണ്ടായ മർദ്ദനത്തിൽ നിന്നായിരിക്കാം രക്തം ശരിക്കും വായിൽ നിന്നും വന്നിട്ടുണ്ട്. അങ്ങനെ ആ രീതിയിലുള്ള കൊലപാതകമാണെന്നുള്ള സംശയം പോലീസിനുണ്ട്. ഒപ്പം തന്നെ മറ്റെന്തെങ്കിലും കാരണം ഇതിനുണ്ടോ എന്ന കാര്യമൊക്കെ തന്നെ ഈ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ പോലീസിന് ലഭ്യമാവുകയുള്ളൂ. പക്ഷേ ഇവർ 2 പേരും നല്ല രീതിയിൽ മദ്യവെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ പോലീസിൻ്റെ ചോദ്യം ചെയ്യൽ അത്രത്തോളം സങ്കീർണമായിരിക്കും. എന്നാലും തിരുവനന്തപുരം നഗരത്തെ നടുക്കുന്ന തരത്തിലാണ് നഗരത്തിലൊരു അതിഥി തൊഴിലാളി അടക്കം താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഹോട്ടൽ ഉടമ അതിദാരുണമായി ചെയ്യപ്പെട്ടത്. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി തന്നെ ഈ ഒരു ജീവനക്കാരൻ തിരികെ ഈ ക്യാമ്പിലേക്ക്, അല്ലെങ്കിൽ ഇവർ താമസിക്കുന്ന വസതിയിലേക്ക് എത്തിയപ്പോഴാണ് ഈ ഉടമ ജസ്റ്റിൻ രാജ് മരിച്ച നിലയിൽ കാണുന്നത്. പിന്നീട് അയൽവാസികൾ ചേർന്ന് തട്ടി വിളിച്ചപ്പോഴൊന്നും ഇയാൾ എഴുന്നേൽക്കുന്നില്ല. അങ്ങനെയാണ് ഈ രക്തമൊക്കെ തന്നെ കാണുന്നത്. പിന്നെ പോലീസിനെ അറിയിച്ച് ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കി. നിലവിൽ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുണ്ട്. ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ എന്താണ് മരണകാരണം
അടക്കമുള്ള കാര്യങ്ങൾ ലഭ്യമാകുകയുള്ളൂ. മറ്റേതെങ്കിലും തരത്തിലുള്ള ആയുധങ്ങൾ ഈ പ്രതികൾ ഉപയോഗിച്ചതായി നിലവിൽ പോലീസിന് അങ്ങനെ ഉള്ള വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. ഈ സമീപ പ്രദേശത്തൊക്കെ തന്നെ മറ്റ് ഈ രണ്ടുപേരല്ലാതെ മറ്റാരെങ്കിലും ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ടോ അടക്കമുള്ള വിരലടയാള വിദഗ്ധരൊക്കെ തന്നെ സ്ഥലത്തെത്തി പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്താണെങ്കിലും ഇത് സംബന്ധിച്ച് പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്താലോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ കൂടുതൽ അന്വേഷണ പുരോഗതി ലഭ്യമാകുകയുള്ളൂ. സുഹൈൽ, എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഹോട്ടൽ ഉടമയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെന്ന് സംശയിക്കുന്ന തന്റെ ഹോട്ടലിലെ ജീവനക്കാരെ 2 പേരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു.